വിശ്വാസം തെറ്റെന്ന് കോടതിക്ക് പറയാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസം തെറ്റെന്ന് കോടതിക്ക് എങ്ങനെ പറയാനാകുമെന്നും ചോദ്യം. KM ഷബ്നയാണ് സുപ്രീം കോടതിയിൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, നിർണായകമായ ഒരു ചോദ്യം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസം തെറ്റെന്ന് കോടതിക്ക് എങ്ങനെ പറയാനാകും എന്നതാണത്. എന്തൊക്കെയാണ് ഇന്നത്തെ കോടതി ഈ വാദം പുരോഗമിക്കുമ്പോൾ നിലവിൽ കോടതിയുടേതായ നിരീക്ഷണങ്ങളായി മുന്നോട്ട് വന്നിരിക്കുന്നത്? ശ്യാമിലി, ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് വാദം നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25ഉം 26ഉം തമ്മിലുള്ള ആ ഒരു ഈ രണ്ട് ആർട്ടിക്കിൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അതിൽ എങ്ങനെയാണ് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്, മതസ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പ്രധാനമായും വാദത്തിൽ വന്നത്. അതിൽ NSSന്റെ നിലപാടിനോട് യോജിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് രാവിലെ തന്നെ വാദം ഉന്നയിച്ചിരുന്നു. ഈ വാദം പുരോഗമിക്കുന്നതിനിടെയാണ് ഈ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ചില പരാമർശങ്ങൾ വരുന്നത്. കോടതി, അതായത് ജസ്റ്റിസ് BV നാഗരത്ന, ഈ ബെഞ്ചിലെ ഏക വനിതാ അംഗം പറയുന്നത് ഈ സാമൂഹ്യക്ഷേമ പരിഷ്കരണം നിലവിൽ നടപ്പിലാക്കാറുണ്ട്. ഈ സാമൂഹ്യക്ഷേമ പരിഷ്കരണത്തിന്റെ പേരിൽ മതത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അന്തസ്സത്ത ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. കാരണം ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാനം തീരുമാനമെടുത്ത് സാമൂഹ്യക്ഷേമ പരിഷ്കരണത്തിന്റെ പേരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് മതത്തെ ബാധിക്കുന്ന രീതിയിലാകരുത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല എന്നൊരു നിലപാട് കോടതി സ്വീകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ചീഫ് ജസ്റ്റിസ് ഇന്ന് പറഞ്ഞതാണ്, വിശ്വാസം തെറ്റാണ് എന്ന് കോടതിക്ക് ഒരു തരത്തിലും പറയാൻ പറ്റില്ല. അത് പല വാദത്തിനിടെ, അല്ലെങ്കിൽ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട വാദത്തിനിടെയാണ് ഇത്തരം പരാമർശം ഉണ്ടാകുന്നത്. കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസം തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ജനങ്ങൾ പിന്തുടരുന്ന മതവിശ്വാസം തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കാൻ കോടതികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും തുടങ്ങിയ കാര്യങ്ങൾ ചീഫ് ജസ്റ്റിസും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാദം കോടതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ 26B-യും ആർട്ടിക്കിൾ 25(2)B-യും തമ്മിൽ ഉള്ള വ്യത്യാസം, അത് സംബന്ധിച്ച ഭരണഘടനാപരമായ വിഷയങ്ങളാണ് വാദത്തിൽ നടക്കുന്നത്. ശരി, ഷബ്ന വിവരങ്ങൾ നൽകിയത്.